ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ ഹൃദ്യമായൊരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സഭയിൽ കൂടിയിട്ടുള്ള ആളുകൾ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകന്മാരുമൊക്കെയാണ്. വിദ്യാഭ്യാസ കുടുംബത്തിൽ ഏതാണ്ട് 7 വർഷം അതിന് നേതൃത്വ സ്ഥാനത്തിരിക്കാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ കൂടെ പ്രവർത്തിച്ച ആളുകളുമായും പ്രത്യേകിച്ചും ശ്രീ സുരേഷിനെ പോലെ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മടി കാണിക്കാത്ത ഉദ്യോഗസ്ഥന്മാരും അതുപോലുള്ള നല്ല ആളുകളുമൊക്കെ കൂടിയിട്ടുള്ളൊരു സമ്മേളനം എന്നുള്ള നിലയിൽ എനിക്കിതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ നോ ടു വാർ എന്ന ഒരു മുദ്രാവാക്യം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ പരിപാടിയാണ്. അതിനെപ്പറ്റി ശ്രീ സുരേഷ് തന്നോട് പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കെട്ടകാലം എന്ന എഴുത്തുകാർ സാധാരണ വിശേഷിപ്പിക്കുന്ന ഒരു കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. യുദ്ധത്തിൻ്റെ എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വറ്റി വരണ്ടു പോകുന്ന ഒരു മഹത്തായ കാര്യമുണ്ട്. അത് ആർദ്രതയാണ്, കമ്പാഷൻ, കൈൻഡ്നെസ്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലാകട്ടെ മറ്റെന്തിലാകട്ടെ നന്മയുടെ, ആർദ്രതയുടെ ഒരു വശം ഉണ്ടാകണം. ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ ധാരാളമുണ്ട്. കൈൻഡ്നെസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ കമ്പാഷൻ്റെ കാര്യമോ ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിലൂടെയാണ്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് കൈൻഡ്നെസ്സിന്. ദാറ്റ് ഈസ് കൈൻഡ്നെസ് ഈസ് എ ലാംഗ്വേജ് വിച്ച് ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ റീഡ്. ഭാഷ എന്ന് പറയുന്നത്, അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അത് കണ്ണ് കണ്ടുകൂടാത്തവന് കാണാൻ കഴിയുന്നതും ചെവി കേൾക്കാൻ കഴിയുന്നതിന് കേൾക്കാൻ കഴിയുന്നതുമായ ഭാഷയാണെന്നാണ്. ആ ഭാഷയാണ് സത്യത്തിൽ പഠിക്കേണ്ടത്. അത് സ്ഫുരിച്ചു നിൽക്കുന്ന ചില ഇനങ്ങളാണ് ഇതിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ മേഖല എന്നും സംഘർഷ നിർഭരമാണ്. സാധാരണ ആ വകുപ്പ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ തന്നെ പലർക്കും മടിയാണ്. പക്ഷേ അതൊരു ത്രില്ലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെ സുരേഷ് പറഞ്ഞു, സജിത ബഷീർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രവർത്തനാധിഷ്ഠിതമായ പഠന പ്രക്രിയ, ഇന്നോവേഷൻസ്, ഇതിലൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരുപാട് വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്ന സംഗതിയാണ്. കാരണം വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള സംഗതിയാണ്. അതിലൂടെ പരിഷ്കാരം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. പക്ഷേ ആ പരിഷ്കാരത്തിന് നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, അതിന് നേതൃത്വം കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ കുറ്റവാളികളാകുമെന്നൊരു ബോധം അന്ന് ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു. ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ, കൂടുതൽ പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള സംഗതികൾ, റിസർച്ച്, ഇന്നൊവേഷൻ, ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഒരു പരീക്ഷണം ഇവിടെ നടന്നപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട ആളുകളാണ് ഞങ്ങൾ. കുട്ടികളിൽ മാറ്റമുണ്ടാക്കുന്നതിന് ഉതകുന്ന പരമ്പരാഗതമായി മാഷന്മാർ പറഞ്ഞു കൊടുക്കുക, കുട്ടി കാണാപ്പാഠം പഠിക്കുക. മാഷയ്ക്കെല്ലാ വിവരമുണ്ട്. കുട്ടി ഈ പെട്രോൾ പമ്പിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് പെട്രോൾ ഒഴിക്കുന്നത് പോലെ, ആ പമ്പിലൂടെ ഒഴിക്കുന്നത് പോലെ അങ്ങനെ ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ടവനാണ് കുട്ടി എന്നുള്ളതിൽ നിന്ന് മാറ്റി കുട്ടിക്ക് പ്രവർത്തനാധിഷ്ഠിതമായി ജോലി ചെയ്യാൻ, പഠിക്കാൻ പറ്റുന്ന ഒരു ആവേശം ജനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. വിജയകരമായിട്ട് ആ ദൗത്യം പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയുടെ കാര്യത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തിയൊരു പ്രോജക്റ്റായിരുന്നു DPEP എന്നൊരു സത്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി ധീരമായ മുന്നേറ്റം നടത്തിയ ആൾക്കാരാണ് അന്ന് ആ ടീമിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഗ്രേഡിങ്ങോട് വരുന്ന സമയത്ത് എന്തുമാത്രം വിമർശനങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പണ്ടാർക്കും പരാതി ഉണ്ടായിരുന്നു. 210 വര, അതിൻ്റെ താഴെയുള്ളവനൊക്കെ തോറ്റു, അതിൻ്റെ മേലുള്ളവൻ ജയിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ മാറി ഗ്രേഡിങ്ങിൻ്റെ സംഗതി വന്ന സമയത്ത്
വളരെ വലിയ വിമർശനങ്ങളോട് ഉയർന്നു വന്നു. ഗ്രേഡിങ് ഏറ്റവും നല്ല മാറ്റമായിരുന്നു. കുട്ടിയുടെ സർഗാത്മകതയും കുട്ടിയുടെ അന്വേഷണ കൗതുകവും കുട്ടിയുടെ ചിന്താധാരയിൽ വരുത്തേണ്ട മാറ്റങ്ങളും കാലത്തിനനുസരിച്ച് വരുന്ന ഇന്നോവേഷൻസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയായി. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇവിടെ അത് വന്ന സമയത്ത് ചില സഹോദരിമാരൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നതിന് മുമ്പ് കാര്യങ്ങളിവിടെ മര്യാദക്ക് നടത്തിയിരുന്നു. ഈ കുട്ടികൾ ചലവല വർത്തമാനം പറയാൻ തുടങ്ങിയതും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയതും ഒക്കെ തന്നെ തെറ്റായ പ്രവണതയാണെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ കാലമുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ നന്മ ഇന്ന് ബാക്കി നിൽക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പോർട്ട്ഫോളിയോ തയ്യാറാക്കിയത് ഞാൻ തന്നെ പോയി നോക്കാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആവേശമുള്ളവരാണ്, അറിവുള്ളവരാണ്, ഗവേഷണ കൗതുകമുള്ളവരാണ് കുട്ടികൾ. നമ്മൾ അവരെ പിടിച്ചങ്ങനെ തടവിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റീസ്, ഡിസ്കഷൻസ്, കലക്ഷന്, കണ്ടിന്യൂസ് വാല്യുവേഷൻ, അതുപോലെ തന്നെ ഡിബേറ്റ്, സെമിനാർ, ഇതുപോലെയൊക്കെയുള്ള സംഗതികളിലൂടെ കുട്ടികൾ ഉയർന്നു വന്നപ്പോൾ അവരിൽ വന്ന മാറ്റം ശരിക്ക് കാണാൻ കഴിഞ്ഞു. വലിയ തോതിലുള്ള മാറ്റങ്ങൾ അതുണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് ഉയർന്ന് ചിന്തിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള പഠന പ്രക്രിയ കൊണ്ടുവരിക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യം എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ആ ജോലി ഉത്തരവാദിത്ത ബോധത്തോട് നിർവഹിച്ചതിൻ്റെ ഒരു നന്മ ആയിട്ട് അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എതിർപ്പുകളൊക്കെ ഉണ്ടാവും. എതിർപ്പില്ലാത്ത ഒരു കാര്യവും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും വേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികളെ അവർക്ക് തന്നെ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ പ്രക്രിയ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് മറ്റ് താത്വിക വശങ്ങളിലേക്ക് ഞാനിവിടെ കിടക്കുന്നില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഏതായിരുന്നാലും ശരി, വിദ്യാഭ്യാസം ഒരു ദൗത്യമാണ്. ആ ദൗത്യകാലത്ത് നമ്മളെ അതേമാതിരി അതെല്ലാവരും ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്തിട്ട് കാര്യമില്ല. സാധാരണ പറയാറുണ്ട്, ഫ്ലോട്ടിങ് ഇൻ ദ ഫ്ലോ ഈസ് എൻ ഈസി തിങ്, ബട്ട് സ്വിമ്മിങ് അക്രോസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതിലും വെച്ചുകൊണ്ട് മുറിച്ച് കിടക്കുന്ന സമയത്ത് അക്കരെ എത്തുമെന്ന ഉറച്ച ബോധത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റേതായിട്ടുള്ള നന്മയുണ്ടാകും. ആ നന്മ ഇപ്പോഴും സുരേഷ് സൂക്ഷിക്കുന്നു. ഈ പരിവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച ബോൾഡ് ഇനീഷ്യേറ്റീവിന് ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.